ബയോളജിക്കൽ വാർ. അതെ, അത് തന്നെയാണ് ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കറൻസി വാർ വരും, അതും എത്തിക്കഴിഞ്ഞു. ബയോളജിക്കൽ വാർ ഇനിഷ്യലി കഴിഞ്ഞു ഓൾറെഡി. വേറൊന്നുമല്ല, നമ്മുടെ തലമുറ അല്ലെ, നമ്മളും നമ്മുടെ ശരീരം, നമ്മുടെ തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങളെ, ഇവരുടെ എല്ലാ ആരോഗ്യം ഇപ്പൊ അവരുടെ കയ്യിലാണ്. ഓക്കെ, അതായത് സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവരങ്ങ് വിലക്കെടുത്തു. ഓക്കെ, മീഡിയ ഉപയോഗിച്ചു, നമ്മുടെ ഗവൺമെന്റ് ഉപയോഗിച്ചു, നമ്മുടെ ജുഡീഷ്യറി ഉപയോഗിച്ചു, ഇതെല്ലാം ഉപയോഗിച്ചു നമ്മുടെ വരാൻ പോകുന്ന തലമുറ എല്ലാവരെയും അവരുടെ ഉള്ളം കയ്യിൽ ഒരു കളിപ്പാവുകളെ പോലെ അവരിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ശരീരം നശിപ്പിക്കാനുള്ള എല്ലാവിധ ഒരു മെത്തേഡ് ഇവിടെ അവർ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ പ്രാണവായു, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വെള്ളം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എന്തിനു വേണ്ടി പറയുന്നു, കയ്യിൽ അല്ലെ ഒരു ഫോൺ തന്നിട്ട് അതുവഴി റേഡിയേഷൻ നമ്മുടെ ശരീരത്തോടെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നൊരു കാലം എൻഡോസൾഫാൻ എന്ന് പറഞ്ഞൊരു ദുരിതോർമ്മയില്ലേ, ഓക്കെ, അതൊക്കെ പെസ്റ്റിസൈഡ്സ് ആണ്, അതിപ്പോഴും ഉണ്ട്. അതിനെക്കാട്ടി വളരെ 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 വൈഗ്രസ്ലി ആയിട്ടുള്ള ഒരു വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്ഷൻ ആണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനിൽ അഭിമുഖീകരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഫോൺ, മൊബൈൽ ഫോൺ. ഓക്കെ, ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഡിപ്പെൻഡബിൾ ആയി കഴിഞ്ഞു. ഒരു സിഗരറ്റ് വലി, ഒരു മദ്യപാനം, ഇതിനെക്കാട്ടി ഒരുപാട് 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 അഡിക്റ്റ് ആയി കഴിഞ്ഞു ആ ഒരു ഫോണില്. വേറൊന്നുമല്ല, ആ ഒരു ഫോൺ ആ കുഞ്ഞിനെ എത്രത്തോളം ഹാംഫുൾ ആകും എന്നുള്ളത് അല്ലെ മാതാപിതാക്കൾക്ക് അറിയില്ല. കാരണം ആ ഒരു തീരം ഇവിടെ ആരും പറഞ്ഞു കൊടുക്കില്ല, പറഞ്ഞു കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. ഓക്കെ, കാരണം ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ജുഡീഷ്യൽ പറഞ്ഞു കൊടുക്കണം. ഇവരെല്ലാം ആ ഒരു കളിപ്പാവളെ പോലെ ഇങ്ങനെ കയ്യിൽ താട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അമേരിക്ക, ഈ റഷ്യ, ഇവരെല്ലാവരും ആ ഒരു ബയോളജിക്കൽ പറയല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പല്ലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. പല്ലെന്ന് പറയുമ്പോൾ കാൽസ്യം. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആ ഒരു ചോക്ലേറ്റ്സ്, നമ്മൾ കഴിക്കുന്ന ആ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം ഡൈജസ്റ്റ് ആവാൻ കാൽസ്യം വേണം. ഓക്കെ, ആ ഒരു കാൽസ്യമാണ് ആ കുഞ്ഞിന്റെ പല്ലിന്നും എല്ലിന്നും കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞെല്ലാം ചെറിയൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ കൈ ഒടിഞ്ഞു പോകാറുണ്ട് ഇല്ലേ? കാരണം വേറൊന്നുമല്ല, അവരുടെ എല്ല്, അവരുടെ മുടി, അവരുടെ ശരീരം എല്ലാം ഓരോ ദിവസം കഴിയുമ്പോഴും അവർ ഡ്രൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പക്ഷെ ഇതൊന്നും അറിയില്ല, നമ്മളെല്ലാം തമാശയായിട്ട് പുഴുപ്പല്ല എന്നൊക്കെ പറയും, പക്ഷെ അത് പുഴുപ്പല്ലല്ല. ഓക്കെ, ഇതെല്ലാം ഒരു ബയോളജിക്കൽ വാറിന്റെ സിംറ്റമാണ്. അതോടൊപ്പം നമ്മുടെ തലമുറ അല്ലെ, അവര് പുറത്താണ്. ഓക്കെ, യങ്സ്റ്റേഴ്സ് ആണ് ഈ ഒരു രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അവര് അവിടെ പോയിട്ട് അവരുടെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ അവരുടെ മാതാപിതാക്കൾ എല്ലാം പട്ടിണി കിടക്കുന്നു, അല്ലെങ്കിൽ അവര് ഒറ്റക്ക് അല്ലെ വൃദ്ധസദനം എന്നുള്ള രീതിയിൽ അവരുടെ വീടാക്കി കഴിഞ്ഞിരുന്നു. ഇത് ഹ്യൂമാനിറ്റി ഡിഫീറ്റ്മെന്റ് ആണ്. അതായത് മനുഷ്യത്വം ഇല്ലാതാക്കി. ഇതെല്ലാം പണത്തിന് അല്ലെ, പണമാക്കി വെച്ചു മുമ്പിൽ അവർ. വേറൊന്നുമല്ല, ഈ 140 കോടി ജനങ്ങളല്ല, ഇതിൽ 100 കോടി ജനങ്ങൾ. ഓക്കെ, 40 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. 100 കോടി ജനങ്ങള് അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർക്ക് പണമില്ല അവരുടെ കയ്യിൽ. അവരുടെ പണം കൊടുക്കാൻ ഇവർ സമ്മതിക്കില്ല. പക്ഷെ അവർ ആ ഒരു മാട്രിക്സിൽ പെട്ട ഒരു റാറ്റ്സിനെ പോലെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 8500 കോടിയാണ് ബാങ്ക് മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ് പിരിച്ചത്. ഇതെല്ലാം ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇവിടെ കൊണ്ടുവന്നതും അതോടൊപ്പം നമ്മൾ ആ ഒരു മെന്റാലിറ്റി ആക്കിയതും നമ്മുടെ ആരോഗ്യം, നമ്മുടെ നശിപ്പിക്കലും, ഇതെല്ലാം അവരുടെ ആ ഒരു ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന സാഹചര്യം വേറൊന്നുമല്ല, അവരിവിടെ വെള്ളം ഇല്ലാതാക്കും, അവർ ഭക്ഷണം ഇല്ലാതാക്കും, എല്ലാം ഇല്ലാതായിക്കൊണ്ട് നമ്മളെ 100% ഡിപ്പെൻഡബിൾ ആക്കും. ഇപ്പൊ തന്നെ 100% ആണ് അല്ലെ, ഗവൺമെന്റ് ഇല്ലാതെ, കടയില്ലാതെ, യാതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എത്ര കോടി രൂപ ഉണ്ടെങ്കിൽ പോലും അല്ലേ, എത്ര കോടി ഉണ്ടെങ്കിൽ പോലും, എത്ര റോൾസ് റോയ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അവരിപ്പൊ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്.